അപ്പോളോ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ വടകരയിൽ പരാതികളുടെ എണ്ണം 100 കവിഞ്ഞു. 102 കേസുകളായി 9 കോടിയിൽ പരം രൂപ നഷ്ടമായതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ 55 കേസുകൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോളോ ജ്വല്ലറിയിൽ അപ്പോളോ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിക്ഷേപിച്ചവർക്കാണ് പണം നഷ്ടമായത്. വടകര പോലീസ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകം 102 കേസുകൾ രജിസ്റ്റർ ചെയ്തു. റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത 55 കേസുകൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. നിക്ഷേപകർക്ക് 1 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നഷ്ടമായതായാണ് വിവരം. ജ്വല്ലറിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ നിക്ഷേപിച്ചവർക്ക് ലാഭവിഹിതം ലഭിച്ചു. ഇതോടെ പലരും കൂടുതൽ പണം നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. എൻ്റെ 10 ലക്ഷമുണ്ട്, ഭർത്താവിൻ്റെ 16 ലക്ഷമുണ്ട്, മക്കൾ 5 ലക്ഷമുണ്ട്, അങ്ങനെല്ലാം ഉണ്ട്. ജ്വല്ലറി ഉടമകളുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയവരുമുണ്ട്. പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട്. ഭൂമി വിറ്റും മക്കളെ വിവാഹം ചെയ്തു കഴിക്കാനുമായി സ്വരൂപിച്ച പണം നഷ്ടപ്പെട്ടവരാണ് കൂടുതൽ. പോലും അറിഞ്ഞ് നിങ്ങൾക്ക് നമ്മൾ 1000 ഉറുപ്പ്യ മാസം വെച്ചിട്ട് തരാം, പിന്നെ 1 ലക്ഷത്തിന് 1000 ഉറുപ്പ്യ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇട്ട്. പിന്നെ സ്വർണം വാങ്ങാൻ ചെന്നേരം ഓല് തന്നില്ല. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുമെന്ന ഉറപ്പിൽ പരാതിയുമായി രംഗത്ത് വരാത്തവരും നിരവധിയുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.